ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫാണ് ഞാൻ എടുക്കുന്നത്. അത് ഞാൻ പതുക്കെ കണ്ണ് തുറക്കുകയാണ്. ഇപ്പോൾ മോർണിംഗ് ആയിട്ടുണ്ട്. സമയം ഇപ്പോൾ ഒരു 8 മണി ടൈമാണ്. എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പോൾ എൻ്റെ കൂട്ടുകാർ എൻ്റെ ചാനലൊക്കെ കാണണം, എന്നെ സപ്പോർട്ട് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ ഇന്നത്തെ ഒരു ഡേ എങ്ങനെയാണെന്നുള്ളതൊന്ന് കാണാം. അപ്പം ഞാൻ പറയുന്നുണ്ട് കുറച്ച് കാര്യങ്ങളൊക്കെ അതിൽ, അത് മ്യൂട്ട് ചെയ്തു കേട്ടോ. എന്നിട്ട് ഞാൻ വോയിസ് ഓവർ കൊടുക്കുകയാണ്. അപ്പോൾ ഇന്നൊരു ചെറിയൊരു ഡേ ഇൻ മൈ ലൈഫാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. വളരെ കൂടുതലായിട്ടുള്ള ഡീറ്റെയിൽ ആയിട്ടൊന്നും എടുത്തിട്ടില്ല. ഷോർട്സ് ആയിട്ടാണ് ഞാൻ എടുത്തിട്ടുള്ളത് കേട്ടോ. കട്ടായിട്ടുള്ള വീഡിയോസാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ എൻ്റെ കൂട്ടുകാർക്കൊക്കെ ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെടാമെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അപ്പോൾ എന്തായാലും ഇന്ന് എങ്ങനെയാണെന്നുള്ളത് നമുക്കൊന്ന് നോക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ദേ പതുക്കെ എണീക്കാനുള്ളൊരു തയ്യാറെടുപ്പിലാണ്. അപ്പോൾ എണീക്കുകയാണ് കേട്ടോ. അതേ ഞാൻ എണീറ്റു, മുടിയൊക്കെ കെട്ടുകയാണ്, അപ്പോൾ റെഡി ആവുകയാണ്. കുറച്ച് പണികളൊക്കെ ഉണ്ട്. ഇന്നെന്ന് പറയുമ്പോൾ ഒരു ക്ലീനിങ് ഡേ ആയിട്ടാണ് എടുക്കുന്നത് കേട്ടോ. കാരണം നമുക്ക് തുണികൾ അലക്കണം, ഇവിടെ അടിച്ചു വാരി തുടച്ച് റെഡിയാക്കണം. അപ്പം നമ്മളിത് ചായ കുടിക്കാൻ പോവുകയാണ്. നമുക്കെന്നാൽ ചായ ഉണ്ട്, പിന്നെ മുറുക്കാണിത്. ഞങ്ങളിവിടെ മുറുക്കെന്നാണ് പറയുക. എല്ലാവരും തന്നെയല്ലേ പറയുക അല്ലേ. അപ്പോൾ സ്നാക്സൊക്കെ കഴിച്ച് ഞാൻ കാലത്ത് സ്നാക്സൊക്കെ. അപ്പോൾ നമ്മുടെ ആദ്യത്തെ പണി എന്ന് പറയുന്നത് തുണി അലക്കലാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇനി മടി പിടിച്ചിരിക്കണ്ടെന്ന് വിചാരിച്ചിട്ട് നേരത്തെ തന്നെ തുണിയൊക്കെ എടുത്ത് ഇവിടെ വെച്ചിട്ടുണ്ട്. നമ്മുടെ പുതപ്പുകളാണ് കേട്ടോ, വിഷുവൊക്കെ അല്ലേ വരുന്നേ. അപ്പോൾ അത് പ്രമാണിച്ച് ഇപ്പം അലക്കലൊക്കെ കഴിക്കുക എന്നുള്ളൊരു സെറ്റപ്പിലാണ്. കാരണം നമുക്ക് വീക്കിലി ഒരു ഓഫല്ലേ ഉള്ളൂ. അപ്പോൾ ആ ദിവസം ഇത് ചെയ്ത് തീർക്കാമെന്നാണ്. നെക്സ്റ്റ് വീക്കാണ് വിഷുവൊക്കെ വരുന്നത്. അത് ഞാൻ സോപ്പ് പൊടിയൊക്കെ എടുത്ത് ബക്കറ്റിലൊക്കെ ആക്കി അത് മുക്കി വയ്ക്കാനുള്ളൊരു തയ്യാറെടുപ്പിലാണ് കേട്ടോ. സോപ്പ് പൊടി ഞാൻ എടുക്കാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ ഒരു കൈ വെച്ചിട്ട് നമ്മൾ ഈ ഷൂട്ട് ചെയ്തിട്ടും വർക്ക് ചെയ്യുമ്പോഴും രണ്ടും കൂടി ഈസിയല്ല. അറിയാലോ അല്ലേ, വീഡിയോസൊക്കെ എടുക്കുന്ന ആൾക്കാർക്ക്. അപ്പോൾ പരിമിതികളോട് കൂടിയാണ് ഞാൻ ചെയ്യുന്നത്. കാരണം നമുക്കൊന്ന് ഹെൽപ്പ് ചെയ്യാനായിട്ട് ബദ്രി ഇല്ല, അറിയാമല്ലോ. ബദ്രി നാട്ടിലേക്ക് പോയിരിക്കുകയാണ്. അപ്പോൾ ഞാൻ ഒരു കയ്യിൽ ഫോണും ഒരു കയ്യിലാണ് ഇതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള കുറച്ച് കുറവുകളൊക്കെ ഉണ്ടാവും, എല്ലാവരും ക്ഷമിക്കുക. അപ്പോൾ ദേ സോപ്പ് പൊടിയൊക്കെ ഇട്ടു. ഇനിയിപ്പോൾ വെള്ളം നനച്ച് ഞാനിപ്പോൾ ദേ എല്ലാം വെള്ളത്തിലാക്കി റെഡിയാക്കി വെക്കാൻ പോവുകയാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ സെറ്റാക്കട്ടെ. ഇതാണ് നമുക്ക് അലക്കാനുള്ള തുണികൾ, കുറേ ഉണ്ട്. ഓക്കെ, അതേ നമ്മൾ സോപ്പ് പൊടിയിൽ മുക്കി വെച്ചിട്ടുള്ളതൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് അലക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അലക്കിയിട്ടുള്ള കാര്യങ്ങൾ പിന്നെ കാണാം കേട്ടോ. അപ്പോൾ ഇതേ ദോശ നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇപ്പോൾ പുതപ്പൽ കാര്യങ്ങൾ അല്ലെങ്കിൽ തുണിയെല്ലാം നമ്മൾ റെഡിയാക്കി ഇനി അലക്കാനുള്ള സെറ്റപ്പിലേക്കാണ്. അപ്പോൾ അതിന് മുന്നേ നല്ല വിശപ്പുണ്ട്. അപ്പോൾ ദോശ കഴിച്ചിട്ട് കാലത്ത് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യാന്നുള്ള രീതിയിലാണ്. അപ്പോൾ ഇതേ ദോശ റെഡിയായി. അത് ഞാൻ പ്ലേറ്റിലോട്ട് മാറ്റി. അപ്പം നമ്മൾ ഫ്രൂട്ട്സും കൂടി കഴിക്കുന്നുണ്ട് കേട്ടോ. കാരണം ദോശ ഞാൻ ഇപ്പോൾ ഒരു 3 എണ്ണമൊക്കെ തന്നെ കഴിക്കുള്ളൂ. എല്ലാം സെറ്റായി കഴിക്കാം. ദോശ, ഇഡ്ലി, സാമ്പാർ, ചട്നി ചട്നി. ദോശ, ഇഡ്ലി, സാമ്പാർ, ചട്നി ചട്നി. അപ്പോൾ ഇതേ നമ്മുടെ കുഞ്ഞൊരു ഉറക്കമൊക്കെ കഴിഞ്ഞു. ദോശയൊക്കെ കഴിച്ച് എന്നിട്ട് ഇതേ പുറത്തോട്ട് ഇറങ്ങി. കാരണം അലക്കിയൊക്കെ കഴിഞ്ഞു കേട്ടോ. അലക്കി കഴിഞ്ഞു ഞാൻ, പിന്നെ കഴിച്ചു.
ഇപ്പോൾ ഇതൊരു ഉറക്കവും കഴിഞ്ഞ് ഇപ്പോൾ പുറത്തോട്ട് ഇറങ്ങി നോക്കുമ്പോൾ അതേ ഒരു വാഴയൊക്കെ നിൽക്കുന്നുണ്ട് കുലച്ച് റെഡിയായിട്ട്. വിഷു കഴിയും എന്തായാലും റെഡിയാവാൻ. ഇതിപ്പോൾ നമ്മുടെ അലക്കിയ തുണികളൊക്കെയാണ് കേട്ടോ. അതിൻ്റെ ഒന്നും ഞാൻ എടുക്കാൻ നിന്നില്ല, കാരണം ഞാൻ പറഞ്ഞല്ലോ തനിച്ചേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു ദിവസത്തിൽ എല്ലാ പണികളും കഴിയുകയും വേണം. ഷോർട്ടാക്കി എടുത്തിട്ടുള്ളൂ. ഇത്രയും തുണി അലക്കാണ്ടായിരുന്നു ഫുള്ളായിട്ട്. അതെല്ലാം നല്ല വൃത്തിയാക്കി ഇത് അലക്കിയിട്ടിട്ടുണ്ട്. ഇനിയിപ്പോൾ ഉണങ്ങി കിട്ടട്ടെ. അപ്പോൾ നെക്സ്റ്റ് ഒരു പരിപാടി എന്ന് പറയുന്നത് ഫുഡിങ്. നമ്മുടെ അടുത്തത് ഈ വാഷിംഗ് മെഷീൻ ഉണ്ട്, പക്ഷേ വർക്കിംഗ് അല്ല കേട്ടോ. ഒരു 4 ഓംലെറ്റ് ഉണ്ടാക്കാൻ പറ്റുമോ? ഓംലെറ്റ് എന്ന് വെച്ചാൽ ഈ മുട്ടക്കകത്ത് ഉള്ളിയൊക്കെ അരിഞ്ഞിട്ട് ആംബ്രൈറ്റ് എന്നാ പറയണ്ടേ? ഓക്കെ ടാറ്റ കിച്ചൻ കഹാ ഹൈ? അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ ഉച്ചയൂണ്. മുളക്, കൈപ്പയ്ക്കുപ്പേരി, ഓംലേറ്റ്, അച്ചാർ, പപ്പടം, ചോറ്, സാമ്പാർ, പിന്നെ ഇത് തൈരും കൂടി ഉണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് കഴിക്കാൻ വായോ, എല്ലാവരും വായോ. അടിപൊളിയാണ്. എൻ്റെ കൂട്ടുകാർ ഇപ്പോൾ അത് ഫുഡൊക്കെ കഴിച്ചു, ഉച്ചയ്ക്കുള്ള ഭക്ഷണമൊക്കെ കഴിച്ചു. പിന്നെ നമ്മൾ ചെയ്യുന്നത് റൂമൊന്ന് ക്ലീൻ ചെയ്യാണ്. മാറാലയൊക്കെ തട്ടി എല്ലാം ഒന്ന് തുടച്ച് പൊടിയൊക്കെ കളയാണ് കേട്ടോ. അപ്പോൾ നല്ലോണം പൊടിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ എല്ലാം ഷോർട്ടായിട്ടാണ് എടുത്തിട്ടുള്ളത്. എൻ്റെ കൂട്ടുകാർ ക്ഷമിക്കണം, വളരെ ഷോർട്ടായിട്ടാണ് എടുത്തിട്ടുള്ളത്. എൻ്റെ പരിമിതികളിൽ നിന്നുകൊണ്ടാണ് ഞാൻ ഈ ഒരു ഡേ ഇൻ മൈ ലൈഫ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ നമ്മുടെ പുതപ്പുകളും കർട്ടൻസൊക്കെ അലക്കാട്ടുകൊണ്ടാണ് ഇവിടെ ഭയങ്കര വെളിച്ചമാണ്. അപ്പോൾ അത് കാരണം ഇട്ടിരിക്കുകയാണ്. ഒരു തുണി ഇവിടെ ഞാൻ വെച്ചിട്ടുണ്ട്. ഉറങ്ങിയെന്ന് പറഞ്ഞില്ല, അപ്പോൾ ആ ഒരു ടൈമിൽ ഇട്ടതാണ്. അതെ, നല്ല പൊടിയുണ്ട്. അപ്പോൾ എല്ലാം തുടച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. പിന്നെ നമ്മുടെ ഫാനാണെങ്കിൽ പറയുകയും വേണ്ട. ആ ഫാനിൻ്റെ ഉള്ളിൽ ഫുള്ള് കാറ്റ് വരാത്തതിൻ്റെ കാരണം തന്നെ പൊടി നിറഞ്ഞ് കിടന്നിട്ടാണ്. നമ്മൾ ഈ വർക്കിനൊക്കെ പോകുന്ന കാരണം നമുക്ക് ഫുൾ ടൈം അങ്ങനെ ഒരു ക്ലീനിങ്ങിലേക്ക് ഇറങ്ങാൻ പറ്റാറില്ല. ഇങ്ങനെയൊക്കെ ഉള്ളപ്പോഴാണ് നമ്മൾ ചെയ്യാറ്. അതെ, എല്ലാം തുടച്ചു. ഫാനൊക്കെ ഒന്ന് തട്ടാൻ പോവാണ്. കണ്ടോ, ഈ ഒരു പ്രൊഡക്റ്റ് കയ്യിലുള്ള കാരണം എനിക്ക് ഈ ഒരു ആക്ടിവിറ്റി പെട്ടെന്ന് തന്നെ ചെയ്യാൻ പറ്റിയിട്ടോ. കാരണം കഴിഞ്ഞ പ്രാവശ്യം ഇപ്പോഴാണ് നമ്മളിത് വാങ്ങിച്ചത്. ഏതൊരു പൂരത്തിന് പോയപ്പം റെനീഷേട്ടനും മോനും കൂടി വാങ്ങിച്ചതാണിത്, എൻ്റെ ഈ ഒരു കഷ്ടപ്പാട് കണ്ടിട്ട്. കാരണം ഞാൻ അവരെയാണ് ഹെൽപ്പിന് വിളിക്കാറ്. മേശയൊക്കെ ഇട്ട് അതിന് മുകളിൽ കസാരയിട്ട് ഇത്രയും ലോങ്ങിലേക്ക് എത്തണ്ട നമുക്ക്. അപ്പോൾ ഞാൻ അവരെയാണ് വിളിക്കാറ്. അപ്പോൾ ആ ഒരു തൊയിരക്കേട് പൊക്കോട്ടെ എന്ന് കരുതിയിട്ടാന്ന് തോന്നുന്നു. കണ്ടപ്പോൾ വേഗം വാങ്ങിച്ചു തന്നു. അതുകൊണ്ട് എനിക്ക് ഭയങ്കര ഹെൽപ്ഫുള്ളായി. ഇത് വാങ്ങാത്ത ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് വാങ്ങിച്ചോളൂ കേട്ടോ. നല്ലൊരു പ്രൊഡക്റ്റാണ്, നല്ല റിവ്യൂ ആണത്. നമുക്ക് മാറാലൊക്കെ ആണെന്നുണ്ടെങ്കിൽ അങ്ങനെ അങ്ങോട്ട് എഫേർട്ട് കൊടുക്കാതെ തന്നെ ജസ്റ്റ് ഇങ്ങനെ തട്ടുമ്പോൾ തന്നെ പെട്ടെന്ന് ക്ലിയറായി കിട്ടും കേട്ടോ. കണ്ടോ, ഞാൻ എത്രയോ ഹൈറ്റിൽ നിന്നിട്ടാണ് ചെയ്യുന്നത്, താഴത്ത് നിന്നിട്ടാണ് ചെയ്യുന്നത്. ആ ഒരു ലോങ് ഇതിപ്പോൾ ഹാഫ് മാത്രമേ ഉള്ളൂ. നല്ലോണം ഞാൻ ലോങ് ഇട്ടിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നല്ലൊരു ഹെൽപ്ഫുള്ളാണ്. രണ്ടുപേരും കൂടി ഒരുമിച്ച് നിൽക്ക്. ആ, സ്ക്രീൻഷോട്ട് എടുക്കണ്ട് ഞാൻ. പുതിയ ബാർബികള് ശരിക്കും കാണിക്കേ. പുതിയ കൊണ്ടോണ്ടാ ഡിങ്കരാജനോ? ദാസപ്പയുടെ പുതിയ പേരുകളാ. പൂക്കൂടി രാജൻ, പൂക്കൂടി ഡിങ്കൻ. എന്നിട്ട് ഇതൊക്കെ നീ വിളിക്കോ? എല്ലായിടത്തും ഫേമസ് ആണ്. ചിന്നുമേമയ്ക്ക് അവരറിയാം പിന്നെയാണ്. അതെ, എന്നിട്ട് ചിന്നുമേമനെ കൊണ്ട് മറ്റേ ദർശന അറിയോ? ആ, ദർശന അറിയാം. ആരാ? മറ്റേ മനോഹരന്റെ മോൻ. അവന്റെ പുതിയ വീട്ടിന്റെ ബാക്കിലില്ലേ ഫിഷ് ടാങ്ക് ആണ് ആദ്യം ഉദ്ദേശിച്ചത്. പിന്നെ കെട്ടി വന്നപ്പോ സോമേട്ടന്റെ തട്ടുകടേ വയറും കുറച്ച് പാചക സാധനങ്ങളും വെച്ച് കഴിഞ്ഞാ അതായി. മറ്റേ ഇങ്ങനെ എന്താ പറയാ, ഒരു വീട് കെട്ടണ മാതിരി ചെയ്തിട്ട് LDF-കാരുടെ അവിടെ എന്തോ ഒരു ജാതി ഉണ്ടായിരുന്നു. അപ്പൊ അവിടെ പോയപ്പോ നാസിക് ഇതൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അതില് പ്രദീപ് എന്ന് പറഞ്ഞിട്ട് ഒരാളുടെ ഫോട്ടോ ഒക്കെ ഇട്ട് ഒരു ബലൂണും കൊടിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ ആ ബലൂണാണിത്. അപ്പൊ അതിന്റെ സ്റ്റിക്കാണ് ഈ നാളെ കിട്ടിയ അതിന്റെ സ്റ്റിക്ക് വെച്ച് ഞങ്ങൾ ചെയ്തതാ. നന്നായി.
സ്റ്റിക്മാൻ റൈസ്. അതല്ല നീ എന്തോ പറയാൻ വന്നു. അതെന്താ സംഭവം? എന്താ കളിച്ചോണ്ടിരിക്കുമ്പോഴേ മറ്റേ ഓടിന്റെ മേളിലുള്ള കരി അല്ലാടാ, നീയും കൂടി വീഡിയോയില് നിക്ക്, എന്നിട്ട് പറയേ. രണ്ടാളും കൂടി നിക്ക്. ഇന്നലെ ഞങ്ങള് കളിക്കാൻ പോയപ്പോ നിന്നെ കാണില്ല. രണ്ടാളും കാണുന്നു. അതാ ഒരാള് വന്ന ഒരാള് ഫേസ് പോടും. രണ്ടാളും കാണുന്നുണ്ട്. എന്നിട്ട് എങ്ങനെ ഇന്നലെ അമ്മമ്മ ഭദ്രകാളിയായി? എന്താ പൊള്ളാച്ചവ തുറന്നു വിടാൻ പറഞ്ഞ് തുറന്നു വിട്ടില്ല, വൈക്കെങ്കിൽ ചെയ്താ പോരെ എന്നൊക്കെ എന്തൊക്കെയോ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞിട്ട് അരമണിക്കൂറായി. എന്നിട്ട് എന്നെ അതാണോ വിഷയം? ഇതെന്താ ഉറങ്ങിയ? ഇതെന്താ സാരി എടുത്ത് വെച്ചേക്കണാ? ഇതെന്താ സാരിയൊക്കെ? എന്റെ അമ്മേ. എന്നിട്ട് നീ വടേ ഗുഡ് ഈവനിങ് ആണ്. ബ്യൂട്ടിഫുൾ ആയ ഈവനിങ് ആണ്. കണ്ടോ, ഈ ഈവനിങ് ആണ് കേട്ടോ. ബ്യൂട്ടിഫുൾ, സോ ബ്യൂട്ടിഫുൾ. അങ്ങനെ നമ്മളത് ചായയിലേക്ക് എത്തി. നമ്മളൊരു ടീ ടൈമാണ്. ഇത് നമ്മുടെ ചെടിയിൽ നിന്നുണ്ടായ പൂവാട്ടാ. നല്ല സ്മെല്ലാണ് ഇതിനുണ്ടാകുന്നത്. അപ്പോൾ ഇതേ കൂട്ടുകാരി, ഇത് നമ്മുടെ വീട്ടിലുള്ള മുല്ലയുടെ ചെടിയാണ് കേട്ടോ. നിറച്ചും മുല്ലപ്പൂ ഇങ്ങനെ പൂത്ത് നിൽക്കുകയാണ്. നല്ല മണമാണ് ഇതിന്, നല്ല അടിപൊളി മണമാണ്. നല്ലൊരു പോസിറ്റീവ് ഫീൽ കിട്ടും നമുക്ക് ഇതൊന്ന് സ്മെല്ല് ചെയ്ത് നോക്കുമ്പോൾ. ഇതൊന്നും അല്ല കേട്ടോ, ഒരുപാട് കിട്ടും. ഇതിപ്പോൾ ഇന്നേക്ക് കുറവാണ്, നമുക്ക് കൈ നിറയെ പൂ കിട്ടും. അപ്പോൾ നമുക്ക് വിളക്ക് കത്തിക്കുമ്പോൾ നമ്മൾ അതിലേക്ക് വിൽക്കുകയാണ് ചെയ്യുക. നമുക്ക് ദിവസവും കിട്ടാറുണ്ട്. അപ്പോൾ അതായത് നമുക്ക് കാണാട്ടോ, വിളക്ക് എത്തിക്കാനുള്ള സെറ്റപ്പ് നോക്കാം. മംഗളം കാർത്തിക ദീപം ചാർത്തി നേരും നമസ്കാരം. മണ്ണിലും മേലെ വിണ്ണിലും മന്ത്രഘോഷം മുഴങ്ങുന്നു. സാരസാക്ഷിയാം പക്ഷിയോ വേദസാധകം ചെയ്യുന്നു. ശ്രീലോലയം സന്ധ്യാദേവിക്കു മംഗളം. അപ്പോൾ കൂട്ടുകാരെ, ഇപ്പോൾ ഇതേ ഡിന്നറിൻ്റെ ടൈം ആയിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു വർക്ക് എന്ന് പറയുന്ന കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ഞാൻ വീണ്ടും ഇതേ ലാസ്റ്റ് വണ്ണായി പറയുകയാണ്, ഒരുപാട് നമ്മുടെ വീഡിയോസിന് കുറവുകളുണ്ടെന്ന് എനിക്കറിയാം. അപ്പോൾ ഞാൻ ഒരാൾ ഉള്ളതുകൊണ്ട് തന്നെ എൻ്റെ പരിമിതികളിൽ നിന്നുകൊണ്ട് എടുത്തിട്ടുള്ളതാണ്. വളരെ ഷോർട്ട്സ് ആയിട്ടാണ് എടുത്തിട്ടുള്ളത്.
അപ്പോൾ ഇത് ഡിന്നറിന് വേണ്ടിയിട്ടുള്ള ഒരു ചെറിയൊരു തട്ടിക്കൂട്ട് പരിപാടിയാണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ പ്ലസ് ഇപ്പോൾ നമ്മൾ ലൈവിലും കൂടിയാണ് കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു ലൈവിൽ സ്ക്രീൻ റെക്കോർഡാക്കി എടുത്തിട്ട് ചെയ്യാമെന്ന് കരുതിയിട്ടാണ് ഞാനിപ്പോൾ ഇങ്ങനെ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഡിന്നറെന്ന് പറയുമ്പോൾ ഒരു വെണ്ടയ്ക്ക ഉപ്പേരി എന്നുള്ള രീതിയിലാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതേ ചോറിടാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുകയാണ്. അപ്പോൾ എന്തായാലും നമ്മുടെ ഈ ഒരു കുഞ്ഞു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു. അപ്പോൾ എല്ലാവരും നമ്മുടെ ചാനൽ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ കമൻസുകളൊക്കെ നമുക്ക് മെസ്സേജിലൂടെ തരിക. പിന്നെന്താണ്, അപ്പോൾ എൻ്റെ ഒരു ഇപ്പം ഫുഡും കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് കിടന്നുറങ്ങാനുള്ളൊരു രീതിയാണ്. അപ്പം ഇന്നത്തെ ഒരു ഡേ ഇൻ മൈ ലൈഫ് എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ കേട്ടോ. ഓക്കെ, അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ് ഫോർ മൈ വീഡിയോ. താങ്ക് യു സോ മച്ച്. അപ്പോൾ എന്നെ ലൈക്ക് ചെയ്യുന്ന ആൾക്കാരും സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർക്കൊക്കെ നന്ദി. ഇത് വീണ്ടും തുടരുമെന്ന് പ്രതീക്ഷിക്കുന്നു. ബോറിംഗ് ആണെന്നുണ്ടെങ്കിൽ പറയണം, അപ്പോൾ നമുക്ക് മാറ്റങ്ങൾ വരുത്താം. അപ്പോൾ ജോലിക്കും കൂടി പോകുന്നതുകൊണ്ടേ അപ്പോൾ ഞാൻ മുളക് കാണിക്കുന്നുണ്ട്. അപ്പോൾ മുളക് നമുക്ക് മുഖ്യം ബിഗിൽ കിട്ടാം. ഇവിടെ അമ്മ ഇട്ട് വെച്ചിട്ടുണ്ട്. ഇന്നത്തെ ഒരു ഡേ കഴിയാണ്. അപ്പോൾ ഓക്കെ ബൈ. അപ്പോൾ ഓക്കെ, ഗുഡ് നൈറ്റ് ഫ്രണ്ട്സ്.